അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സഹോദരങ്ങളെ, ഇനി നമ്മൾക്ക് അകമ്പൊരുളിൻ്റെ പൊരുൾ തേടി പോകാം. അതിൽ മുസ്തഫ പറയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ സ്ഥാപിച്ചത് ബഹുസ്വര മാനവിക ഭരണ സംവിധാനമായിരുന്നു എന്നാണ്. ഇതിനോട് നമുക്ക് വിയോജിപ്പൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ സ്ഥാപിച്ചത് ഒരു ബഹുസ്വര മാനവിക ഭരണക്രമമായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഇത് പറയുമ്പോൾ തന്നെ മുസ്തഫ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തതോ അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ പറയാൻ സന്നദ്ധമല്ലാത്തതോ ആയിട്ടുള്ള മറ്റൊരു കാര്യം അതിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്തഫയുടെ വാദമനുസരിച്ച് അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്, മതകീയമായ മോചനത്തെക്കുറിച്ചല്ല, ദൈവികവും ആധ്യാത്മികവുമായ മോചനത്തെക്കുറിച്ച് അതിനു മുമ്പ് അവതരിച്ചിട്ടുള്ള സർവ്വവേദങ്ങളെയും ഖുർആൻ സത്യപ്പെടുത്തുന്നു, അവയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. ദൈവത്തിലും പരലോകത്തിലും വിശ്വസിച്ച് സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനാകുന്നവൻ മോക്ഷത്തിനർഹനാണ് എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. അതായത് അൽ-ബഖറ 62-ാമത്തെ ആയത്താണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഓരോ ജനതക്കും വ്യത്യസ്ത നിയമങ്ങളും ആരാധനാരീതികളും നാം നിശ്ചയിച്ചു എന്ന് 5:58, അതായത് സൂറത്ത് മാഇദയിൽ പറഞ്ഞ സംഗതിയും മുസ്തഫ ഉദ്ധരിക്കുന്നുണ്ട്. പിന്നെ ദൈവസ്മരണക്കായി ഓരോ സമൂഹത്തിനും നാം ആരാധനാരീതികൾ നിശ്ചയിച്ചു. അത് ഹജ്ജ് സൂറയിൽ 34-ാമത്തെ ആയത്താണ്. എന്തിനാണ് മുസ്തഫ ഇതൊക്കെ പറയുന്നത് എന്നത് വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇത് പറയുന്നത് ഇസ്ലാമികമായിട്ടുള്ള ഒരു ഭരണക്രമം അതിൻ്റെ ആവശ്യമില്ല. ഒന്ന്, ആളുകൾ മുസ്ലിങ്ങളാവണം, ഖുർആനിൻ്റെ അനുയായികളാകണമെന്നില്ല. അവരവരുടെ കയ്യിലുള്ള വേദമനുസരിച്ച് ജീവിച്ചാൽ മതി. 2, എങ്ങനെ അവരുടെ വേദം അനുസരിച്ച് വിശ്വാസികളായി ജീവിച്ചാലും അവർക്ക് പരലോകത്ത് മോക്ഷം ലഭിക്കുന്നതാണ്. പ്രബോധനം, ദഅവത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഓരോ വിഭാഗത്തോടും അവരുടെ കയ്യിലുള്ള വേദത്തിനനുസരിച്ച് ജീവിക്കാൻ ആവശ്യപ്പെടലാണ്. ഇങ്ങനെ 4 കാര്യമാണ് മുസ്തഫ ഇതിലൂടെ സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് അദ്ദേഹം അവിടെ വെട്ടിത്തുറന്ന് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പല ഈ ഗ്രന്ഥത്തിൽ തന്നെ, അതായത് ഖുർആൻ്റെ അകമ്പൊരുളിലും മോക്ഷ സിദ്ധാന്തത്തിലും ഒക്കെ അദ്ദേഹം അത് വ്യക്തമായി പറഞ്ഞിട്ടുള്ള സംഗതിയുമാണ്. അപ്പോൾ ഇവിടെ മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച രാഷ്ട്രീയ സംവിധാനം അത് മാനവികവും ബഹുസ്വരവുമായിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കരാറിൽ ഉൾക്കൊള്ളിച്ച സംഗതികൾ എന്തായിരുന്നു എന്നതുകൂടി ചിന്തിക്കണമല്ലോ. ആ കരാറിനെ നിഷേധിച്ചുകൊണ്ട് ഒരിക്കലും മുസ്തഫക്ക് ഈ മാനവികതയെ മാനവികമായിട്ടുള്ളൊരു ഭരണക്രമമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സംവിധാനിച്ചതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജൂതന്മാരും മറ്റ് വിഭാഗങ്ങളും ഒക്കെ ആയിട്ട് എഴുതിയുണ്ടാക്കി ഒപ്പിട്ടിട്ടുള്ള കരാറിലുണ്ടായിരുന്നത്? അത് ചരിത്രം വളരെ വ്യക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഇന്ന് നമ്മളെ കാലഘട്ടത്തിൽ ബഹുസ്വരത അല്ലെങ്കിൽ ദേശീയത, അതുപോലെ തന്നെ ഈ മതേതരത്വം എന്നൊക്കെ പറയുമ്പോൾ അതിൽ അഭിരമിക്കുന്ന ആളുകൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും കൂടിയുണ്ട്. ഇന്ന് ഇവർ പറയുന്ന ഈ മതേതരത്വത്തെക്കാൾ ജനാധിപത്യത്തെക്കാളൊക്കെ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അവിടെ സ്ഥാപിച്ച മുസ്തഫ പറയുന്ന മാനവികവും ബഹുസ്വരവുമായിട്ടുള്ള സംവിധാനം എന്നുള്ളത്. പക്ഷെ അവിടെ ഇന്ന് ജനാധിപത്യവാദികൾ പറയും പോലെ നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം തങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക്, ബാക്കി മതനിയമങ്ങളൊക്കെ വേണമെങ്കിൽ പള്ളികളിൽ വെച്ച് ആചരിച്ചാൽ മതി, അതിന് സമൂഹത്തിൽ യാതൊരു സ്ഥാനവും നൽകാൻ പാടില്ല എന്നുള്ളതായിരുന്നുവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒപ്പിട്ട കരാറിലുണ്ടായിരുന്നത്? വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അവിടെ ഈ പറയുന്ന ജനാധിപത്യ മതേതര രീതിയിലുള്ള സംവിധാനത്തെ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ ജൂതൻ്റെ വേദമനുസരിച്ച്
അയാളുടെ ആരാധനകൾ നിർവഹിക്കാൻ മാത്രമല്ല അയാളുടെ ആ സമൂഹത്തിലെ കുറ്റവാളികൾക്ക് ക്രിമിനലോ മറ്റോ ആയിട്ടുള്ള കുറ്റങ്ങൾക്ക് ശിക്ഷ വിധിക്കാൻ ആ ഗ്രന്ഥത്തിൽ എന്ത് ശിക്ഷയാണോ വിധിച്ചിട്ടുള്ളത് അത് വിധിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ മതക്കാർക്കും അവരുടെ മതമനുസരിച്ച് തന്നെ കാര്യങ്ങൾ കൈയാളാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതേവസരം മദീനയുടെ മൊത്തം ഒരു പുതിയ പ്രശ്നം വരുമ്പോൾ, മദീനയെ മൊത്തം ബാധിക്കുന്ന പ്രശ്നം വരുമ്പോൾ അവിടെ അധികാരം അത് അള്ളാഹുവിനും റസൂലിനും, അതായത് അള്ളാഹുവിനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമാണ് എന്നുള്ള സംഗതിയും ഇവർ അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മറ്റൊരു കാര്യം മുസ്തഫ പറയുന്നത്, ഓരോ വേദക്കാരും അവരുടെ വേദമനുസരിച്ച് ജീവിച്ചാൽ മതി എന്നതാണ് ദഅവത്ത്, പ്രബോധനം എന്ന് പറയുന്നത്. അങ്ങനെയാണോ ഖുർആൻ വരച്ച് കാണിച്ചിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണോ മദീനയിലെ ജൂതന്മാരുമായി സംസാരിച്ചിരുന്നത്? ഈ മാനവികമായിട്ടുള്ള ബഹുസ്വരമായിട്ടുള്ള സംവിധാനം നിലനിൽക്കുമ്പോൾ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ജൂതന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് ഇസ്ലാം സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നത്. താനൊരു അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും ആ സംഗതി നിങ്ങൾക്കറിയാമെന്നും അത് അംഗീകരിക്കുന്നതാണ് നിങ്ങളുടെ പരലോക രക്ഷയ്ക്ക് സഹായകമായി തീരുക, അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നൊക്കെ ഇതേ ജൂതന്മാരോട് ഈ കരാറിലൊക്കെ ഏർപ്പെട്ട് അവർക്ക് അവരുടെ വേദമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നൽകുമ്പോൾ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എന്നെ തന്നെ വിശ്വസിക്കണം, താൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കണം, തന്നെ പിന്തുടരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മുസ്തഫ പറയും പോലെ ജൂതന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ തൗറാത്ത് അനുസരിച്ച് ജീവിച്ചോ, എന്നെ പിന്തുടരേണ്ടതില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അത് വിശുദ്ധ ഖുർആൻ തെളിയിച്ച കാര്യമാണ്, ഹദീസിലുള്ളതാണ്, ചരിത്രത്തിലുള്ളതാണ്. ഹദീസ് ചരിത്രം എന്നുള്ളവർക്കെങ്കിലും താൻ അംഗീകരിക്കേണ്ടതെന്നാണല്ലോ മുസ്തഫ പറയുന്നത്. അങ്ങനെ അംഗീകരിക്കുമെങ്കിൽ മുസ്തഫയ്ക്ക് ഇത് തള്ളി പറയാൻ കഴിയില്ലാന്നുള്ളതാണ്. അതേപോലെ തന്നെ ആണ് ഓരോ വിഭാഗത്തിനും ഓരോ വ്യത്യസ്ത ശരീഅത്തും മാർഗവും നൽകിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്താ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? ആ ശരീഅത്തനുസരിച്ച് നിങ്ങൾ ജീവിച്ചു കൊള്ളൂ എന്നാണോ? അതിനാണോ ഖുർആൻ ഇത് പറഞ്ഞിട്ടുള്ളത്? ആ ആയത്ത് തീർത്ത് ഓതുകയും മനസ്സിലാക്കുകയും ചെയ്താൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുകയും അദ്ദേഹത്തെ തറപറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളോട് പറയുന്ന സംഗതിയാണ്, നിങ്ങൾക്കൊക്കെ ഓരോ ശരീഅത്തും അതിനനുസരിച്ചുള്ള മാർഗവും നൽകിയിട്ടുണ്ടെന്നിരിക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള ഈ വഹി ഖുർആൻ അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെന്തിനാണ് അദ്ദേഹത്തിനെതിരിൽ തിരിയണത്? നിങ്ങൾക്ക് നിങ്ങളെ മാർഗമായിട്ട് പോയാൽ പോരേന്നാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തോട് യുദ്ധത്തിനും വക്കാണത്തിനും പോകേണ്ടതില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മാർഗം അനുസരിച്ച് നീങ്ങാം, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മാർഗമനുസരിച്ച് നീങ്ങാനുള്ള സ്വാതന്ത്ര്യങ്ങൾ വകവെച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം മറ്റൊരു രീതിയിലാണെന്ന് വ്യാഖ്യാനിക്കാൻ സഹായകമായി തീരാം. അവിടെ പറയുന്നത് നിങ്ങൾ ഇവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം സ്വീകരിക്കണമെന്ന് പറയുമ്പോഴാണല്ലോ അവർ നബിക്കെതിരിൽ തിരിയണത്. അപ്പോൾ നിങ്ങൾ നബിക്കെതിരിൽ തിരിയാൻ നിങ്ങൾക്കൊരു ന്യായവുമില്ല. അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നിങ്ങളോടിത് പറയുന്നത്. നിങ്ങൾക്കത് സ്വീകാര്യമല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നേരത്തെ നൽകിയതുമായിട്ട് നിങ്ങൾക്ക് പോവാം. അതിൻ്റെ ഭൗതികമായിട്ടുള്ള സാധ്യതകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കുന്നതിനെ പറ്റിയാണ് ഖുർആൻ അവിടെ പറയുന്നത്. അതല്ലാതെ പരലോകത്ത് ഇവർ ശിക്ഷാർഹരാവോ അല്ലേ, അത് അതിൻ്റെ തുടർന്നുള്ള ആയത്തുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ മുസ്തഫ ഈ അകമ്പൊരുളടക്കം അയാളുടെ പ്രസംഗത്തിലും മറ്റുമൊക്കെ വെള്ളം ചേർത്തുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ആരാധനാരീതിയുടെയും കാര്യം. സൂറത്ത് ഹജ്ജിൽ വലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക്കൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓരോരുത്തരും അവരുടെ ആരാധനാരീതികൾ നിർവഹിച്ചു കൊള്ളട്ടെ എന്നല്ല. അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള മാർഗം, ആരാധനാരീതി അടക്കം അംഗീകരിക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. പക്ഷേ അവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ അവർക്ക് നേരത്തെ നൽകിയ ചില ആരാധനാരീതികളുണ്ട്, അതുമായിട്ട് അവർക്ക് പോണതിന് ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന മാനവികതയും അതുപോലെ തന്നെ സമവായ സംവിധാനവും എന്നൊക്കെ പറയുന്നത്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ആ ക്ഷണിക്കുന്നതിൻ്റെ പേരിലാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിപ്പറയുകയും
മറുഭാഗത്ത് മക്കയിലെ അടക്കമുള്ള മുശ്രിക്കുകളുമായി കൈകോർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ അവർ യുദ്ധത്തിനും മറ്റുമൊക്കെ സന്ദർഭങ്ങൾ ഒരുക്കി നബിയെ എതിർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ഇത് മറച്ചു വെച്ചുകൊണ്ടല്ലാതെ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിടുവായത്വം പറയാൻ കഴിയുകയില്ല എന്നുള്ളത് ഖുർആനും ഹദീസും ചരിത്രവും പഠിക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും ബോധ്യമാവുന്ന ഒരു സംഗതിയാണ്. ആ ഒരു ബോധ്യത്തെയാണ് ഇവിടെ മുസ്തഫ നിരാകരിച്ചു കളയുന്നത്. അങ്ങനെ ഖുർആനിന് ദുർവ്യാഖ്യാനം നൽകിക്കൊണ്ടും മാത്രമല്ല ചില പദങ്ങൾക്ക് തന്നെ തെറ്റായിട്ടുള്ള അർത്ഥം നൽകിക്കൊണ്ടു കൂടിയാണ് അദ്ദേഹം തൻ്റെ വാദഗതികൾ ഉന്നയിക്കുന്നത് എന്നത് ഈ അദ്ദേഹത്തിൻ്റെ അകമ്പൊരുളുകൾ വായിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണ്.